സ്വർഗാവകാശികളിൽപ്പെട്ട ആരെയെങ്കിലും കാണുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ അവർ അബ്ദുല്ലാഹ് ഇബ്നു സലാമിനെ കണ്ടുകൊള്ളട്ടെ എന്ന് സ്വഹാബികളെല്ലാം പറഞ്ഞു. സ്വഹാബികളാൽ പുകഴ്ത്തപ്പെട്ട, പ്രശംസിക്കപ്പെട്ട, അതോടൊപ്പം ആദ്യ കാലഘട്ടത്തിൽ യഹൂദി പണ്ഡിതന്മാരിൽ പ്രമുഖ നേതാവും പണ്ഡിതനുമായിരുന്ന ആ മഹത് വ്യക്തി പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായി മാറിയതിന്റെ ചരിത്രം എന്താണ്? അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ആരാണ്? അവരുടെ ചരിത്രം എന്താണ്? കഥ കേൾക്കാം. യഥരിബിലെ സർവ്വജനങ്ങളാലും ആദരിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു ഹുസൈൻ ഇബ്നു സലാം. പാണ്ഡിത്യത്തിൻ്റെ കാര്യത്തിലും വിനയത്തിൻ്റെ കാര്യത്തിലും എപ്പോഴും ശാന്തമായി മാത്രം സംസാരിക്കുന്ന വിഷയത്തിലും ഋജുവായി നേരായ രീതിയിൽ മാത്രം വിഷയങ്ങളോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിലും എല്ലാവർക്കും വലിയ മതിപ്പുള്ള പണ്ഡിതനായിരുന്നു. യഹൂദ കുടുംബത്തിലെ വലിയ പണ്ഡിതനും നേതാവുമായിരുന്നു ഹുസൈൻ ഇബ്നു സലാം. വളരെയധികം സൂക്ഷ്മമായും കരുതലോടെയുമായിരുന്നു ഹുസൈൻ ഇബ്നു സലാമിൻ്റെ ജീവിതം. ഓരോ ദിവസവും 3 ഭാഗങ്ങളായി, ഓരോ ഭാഗവും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അവർ മാറ്റിവെച്ചിരുന്നു. ഒന്ന്, യഹൂദ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകൾക്കും ആരാധനകൾക്കും ജനങ്ങൾക്ക് ഉപദേശം നൽകുവാനും വേണ്ടിയുള്ളതായിരുന്നു. മറ്റൊരു 3-1 ഈന്തപ്പന തോട്ടങ്ങളിൽ ഈന്തപ്പന മരങ്ങളെ പരിചരിക്കുവാനും കൃഷിക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള സമയമായിരുന്നു. മറ്റൊരു 3-1 തൗറാത്തിൽ മുഴുകിയിരിക്കുവാനും വിജ്ഞാനം നേടുവാനും വേണ്ടിയുള്ളതായിരുന്നു. സാത്വികമായിരുന്നു, അർത്ഥപൂർണമായിരുന്നു ആ ജീവിതം. തൗറാത്തിലെ പല ഭാഗങ്ങളും പാരായണം ചെയ്യുമ്പോൾ അഗാധമായ ചിന്തയിലേക്ക് വീഴും ഹുസൈൻ ഇബ്നു സലാം. പ്രത്യേകിച്ചും ചില ഭാഗങ്ങളിലെത്തുമ്പോൾ പൂർവ്വവേദങ്ങളിലൊക്കെയും പറഞ്ഞതുപോലെ ഒരു അന്ത്യപ്രവാചകർ വരാനുണ്ട് എന്ന ഭാഗമെത്തുമ്പോൾ, ആ അന്ത്യപ്രവാചകരുടെ ലക്ഷണങ്ങൾ വായിക്കുമ്പോൾ, ആ അന്ത്യപ്രവാചകർ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് യാത്രയാകും എന്നത് കേൾക്കുമ്പോൾ, ആ അന്ത്യപ്രവാചകരെ കാണുവാനും അവരുടെ കൈ പിടിക്കുവാനുമുള്ള അഗാധമായ ആഗ്രഹം ഹുസൈൻ ഇബ്നു സലാമിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയായി. ആ ഭാഗങ്ങൾ തൗറാത്തിൽ ഇനി വരാൻ പോകുന്ന പ്രവാചകരെക്കുറിച്ച് പറഞ്ഞ സൂക്ഷ്മമായ ഓരോ നിരീക്ഷണങ്ങളും ഓരോ വെളിപ്പെടുത്തലുകളും വളരെ കൃത്യമായി തന്നെ ആവേശപൂർവ്വം ആവർത്തിച്ച് പഠിച്ചു. യഥരിബിൽ താമസക്കാരനായ ഹുസൈൻ ഇബ്നു സലാം ആ പ്രവാചകർ യഥരിബിലേക്ക് പലായനം ചെയ്തു വരുമെന്നും പിന്നീട് അവിടെ തന്നെ സ്ഥിരതാമസമാക്കുമെന്നുള്ള ഭാഗം വായിച്ച് ആനന്ദത്തോടെ തുള്ളിച്ചാടുക പതിവായിരുന്നു. ആ പ്രവാചകരെ എനിക്കും ഒന്ന് കാണണം, ആ പ്രവാചകരിൽ എനിക്കും ഒന്ന് സമർപ്പിക്കണമെന്ന അഗാധമായ ചിന്തയാൽ പലപ്പോഴും ആ ഒരു സമയത്തിന് വേണ്ടി പ്രതീക്ഷാപൂർവം പ്രാർത്ഥനയോടുകൂടെ അവർ കാത്തിരിക്കാറുണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ഇതായി മാറി: ആ പ്രവാചകർ വരുന്നതുവരെ എനിക്ക് ആയുസ് നീട്ടിത്തരണേ പടച്ചവനെ, അവരിൽ വിശ്വസിക്കുവാനും അവരോടൊപ്പം പ്രവർത്തിക്കുവാനും എനിക്ക് അവസരം നൽകണേ നാഥാ എന്നായിരുന്നു ആ പ്രധാന പ്രാർത്ഥന. ആ പ്രാർത്ഥന അള്ളാഹു കേൾക്കുക തന്നെ ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ അവരെ കാണുവാനും മനസ്സിലാക്കുവാനും കേൾക്കുവാനും ആ മഹാ ആശയത്തിലേക്ക് സർവം സമർപ്പിക്കുവാനും അത് ശരിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനും അതിലേക്ക് ജോയിൻ ചെയ്യുവാനും അള്ളാഹു അവർക്ക് തൗഫീക്ക് കൊടുത്തു. ഇസ്ലാമിലേക്ക് വന്നതും അതിനെ തുടർന്നുണ്ടായ കഥകളുമൊക്കെ വിശദീകരിച്ച് അവർ തന്നെ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തി എന്ന വാർത്ത കേട്ട് അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂക്ഷ്മമായി ഞാൻ അന്വേഷിച്ചു. തൗറാത്തിൽ പറഞ്ഞതുപോലെയുള്ള മുഖവും ഭാവവും എല്ലാം ചേർന്ന് ഒത്തിണങ്ങിയ ആ പ്രവാചകർ തന്നെയാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. പ്രവാചകരുടെ നാടും കാലവും എല്ലാം അവിടുത്തെ കുടുംബവും ഞാൻ അന്വേഷിച്ചറിഞ്ഞു. ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞ അതേ പ്രവാചകരുടെ ലക്ഷണങ്ങൾ തന്നെയാണ് എല്ലാം കൊണ്ടും ഇവർക്കുള്ളത് എന്ന് ബോധ്യപ്പെട്ട് ഞാൻ എൻ്റെ മനസ്സിൽ അത് ആ പ്രവാചകർ തന്നെ, അള്ളാഹു നിയോഗിക്കുന്ന അവസാനത്തെ പ്രവാചകർ തന്നെ എന്ന് സത്യപ്പെടുത്തി. പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ പൂജാതരായി എന്ന വാർത്ത കേട്ടത് മുതൽ തന്നെ അവരെക്കുറിച്ച് കേട്ട കാര്യങ്ങളൊക്കെ വെച്ച് പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഞാൻ കാത്തിരിപ്പായിരുന്നു. അവർ മദീനത്തേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ ലക്ഷണങ്ങളെല്ലാം മനസ്സിലാക്കിയ ഞാൻ അത് പ്രവാചകർ തന്നെയെന്ന് എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു. പക്ഷേ ആ പ്രവാചകരെ മനസ്സുകൊണ്ട് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന സത്യം എൻ്റെ സമുദായത്തിൽ ഞാൻ പറഞ്ഞില്ല. ഞാൻ എൻ്റെ ജൂത സമുദായത്തിലെ പണ്ഡിതനാണ്, നേതാവാണ്, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ടൊരു വ്യക്തിയുമാണ്. ഞാൻ ആ ഒരു വാർത്ത മറച്ചുവെച്ചു. യഥരിബിലെത്തിയ പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സന്തോഷ വാർത്ത
ചില ജനങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഖുബായിലാണ് തിരുനബി എത്തിയിട്ടുള്ളത്. ഞാൻ ആ സമയത്തൊരു ഈത്തപ്പനയുടെ മുകളിൽ അതിനെ പരിചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ വാർത്ത എന്നിലൊരു ഞെട്ടലുണ്ടാക്കി. കാത്തിരുന്ന നിമിഷം വന്നെത്തിയതിൻ്റെ ഒരു ആനന്ദ ഞെട്ടൽ. എൻ്റെ അമ്മായി ഖാലിദ ബിൻത്ത് ഹാരിസ് ആ സമയത്ത് എൻ്റെ അടുത്ത് ഈന്തപ്പന മരത്തിൻ്റെ താഴെ ഉണ്ടായിരുന്നു. ഈ സന്തോഷകരമായ വാർത്ത, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തിയിട്ടുണ്ട് എന്ന വാർത്ത വിളിച്ചു പറയുന്നത് കേട്ട ഞാൻ സന്തോഷത്തോടുകൂടെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഇത് കേട്ട എൻ്റെ അമ്മായി എന്നോട് ചോദിച്ചു, അള്ളാഹു നിന്നെ നിരാശനാക്കട്ടെ, അള്ളാഹുവാണേ സത്യം, ഇമ്രാൻ്റെ മകൻ മൂസയാണ് വന്നിട്ടുള്ളതെങ്കിലും നീ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആഘോഷിക്കുക. അതായത് അതിന് മാത്രം വലിയ ആഘോഷമാണ് നീ ഇപ്പോൾ നടത്തിയത് ആ പ്രവാചകർ വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മായിയോട് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം പ്രിയപ്പെട്ട അമ്മായി, വന്നിരിക്കുന്നത് ഇമ്രാൻ്റെ മകൻ മൂസ എന്നവരുടെ സഹോദരൻ തന്നെയാണ്. മൂസയുടെ അതേ മതം കൊണ്ട് തന്നെയാണ് ഈ പ്രവാചകരും വന്നിട്ടുള്ളത്. ഏതൊരു ദൗത്യമായിരുന്നുവോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്തത്, അതേ ദൗത്യം കൊണ്ടാണ് ഈ അവസാനത്തെ പ്രവാചകർ വന്നിരിക്കുന്നത്. അമ്മായി അല്പം നിശബ്ദമായതിനു ശേഷം ചോദിച്ചു, എല്ലാ പ്രവാചകന്മാർക്കും ഒരു പൂർത്തീകരണം എന്ന രീതിയിൽ മുൻകാലത്തുള്ള പ്രവാചകന്മാരെ എല്ലാം സത്യപ്പെടുത്തിക്കൊണ്ട് കടന്നുവരും എന്ന് നിങ്ങൾ എപ്പോഴും പറയാറുള്ള ആ പ്രവാചകനാണോ ഈ വന്നിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും അതെ, ആ പ്രവാചകർ തന്നെയാണത്. ഉടനെ തന്നെ വേഗത്തിൽ മദീനയിൽ തിരുനബി എത്തിയെന്ന സന്തോഷ വാർത്ത കേട്ട് ഖുബായിലേക്ക് ഞാൻ ഓടിച്ചെന്നു. ജനങ്ങളെല്ലാം അവിടുത്തെ ചുറ്റും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവിടുന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി, അവിടുത്തെ കാണാൻ വേണ്ടി ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഞാൻ എങ്ങനെയൊക്കെയോ തിക്കിത്തിരക്കി പരമാവധി ആ മഹാവ്യക്തിയുടെ അടുത്തേക്ക് ചെന്ന് അവിടെ തന്നെ സ്ഥാനമുറപ്പിച്ചു. അവിടുത്തെ മുഖത്തേക്ക് നോക്കി അവിടുന്ന് പറയുന്നത് ഞാനിങ്ങനെ കേൾക്കുകയാണ്. ജനങ്ങളെ, നിങ്ങൾ സലാം പറയുന്നത് വ്യാപിപ്പിക്കുക, നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം നൽകുക, രാത്രി ജനങ്ങളെല്ലാം ഉറങ്ങുന്ന സമയത്ത് ശാന്തമായി നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുക, ശാന്തി ലഭിച്ചവരായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അരികിൽ നിന്നുകൊണ്ട് ഞാൻ ആ ഹബീബരെ എൻ്റെ കണ്ണുകളെ കൊണ്ട് ഒപ്പിയെടുത്ത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹുസൈൻ ഇബ്നു സലാം പറയുകയാണ്, കളവിൻ്റെ യാതൊരു ലാഞ്ചനയും വഞ്ചനയുടെ യാതൊരു ലക്ഷണങ്ങളും ഇല്ലാത്ത സംശുദ്ധമായ മുഖമാണ് അതെന്ന് എനിക്ക് വളരെ പെട്ടെന്ന് ബോധ്യമായി. ഞാൻ അല്പം കൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. കുറേ ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഖുബയിൽ വെച്ച് ഹുസൈൻ ഇബ്നു സലാം എന്നവർ ഇസ്ലാമിലേക്ക് വരികയാണ്. എൻ്റെ ശബ്ദം കേട്ട ഉടനെ എൻ്റെ നേരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഹബീബായ തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് ഹുസൈൻ ഇബ്നു സലാം. ഉടനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും നല്ല യോജിച്ച പേര് അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നാണ്. അന്നു മുതൽ ആ പേരാണ് എനിക്ക് ഹബീബ് തന്ന പേരാണത്. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അതെ, എൻ്റെ പേരിനി മുതൽ അബ്ദുല്ലാഹി ഇബ്നു സലാം തന്നെയാണ്. താങ്കളെ സത്യസന്ദേശവാക്യവുമായി പറഞ്ഞയച്ച റബ്ബാണേ സത്യം. ഈ ദിവസത്തിന് ശേഷം മറ്റൊരു പേരെനിക്ക് എന്നെ വിളിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങ് വിളിച്ച ആ പേര് മതി എനിക്ക്. തുടർന്ന് വേഗം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ വീട്ടുകാരെല്ലാവരെയും ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. സന്തോഷം, അവരൊക്കെ ഉടനെ തന്നെ ഇസ്ലാമിലേക്ക് വന്നു. എൻ്റെ പ്രിയപ്പെട്ട അമ്മായിയും വേഗം ഇസ്ലാമിലേക്ക് വന്നു. വളരെയധികം പ്രായം ചെന്ന ഒരു സ്ത്രീയായിരുന്നു അവർ. തുടർന്ന് ഞാൻ എൻ്റെ കുടുംബക്കാരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനും നിങ്ങളുമെല്ലാം ഇസ്ലാമിലേക്ക് ചേർന്ന വിവരം ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട യഹൂദനായ ആളുകളോട് പറയരുത്. അത് പറയാനുള്ള സമയമാകുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം എന്ന് അവർ വാക്ക് നൽകി. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് തിരിച്ചുപോയി. ഒത്ത അവസരം കിട്ടിയപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ അവിടത്തോട് പറഞ്ഞു. യാ റസൂലല്ലാഹ്, യഹൂദികൾ തീർച്ചയായും സത്യത്തെ വളച്ചൊടിക്കുന്നവരും കളവ് പ്രചരിപ്പിക്കുന്നവരുമാണ്. അസത്യത്തിന് പലപ്പോഴും പിന്തുണ നൽകുന്ന കൂട്ടത്തിലും അവർ മുൻപന്തിയിൽ തന്നെയാണ്. അതുകൊണ്ട് താങ്കൾ യഹൂദരിൽപ്പെട്ട പ്രധാനികളായ ആളുകളെ അങ്ങയുടെ അടുത്തേക്ക് ക്ഷണിച്ചു വരുത്തുകയും അവരോട് ഈ ദീൻ എന്താണ് എന്ന് പറയുകയും ചെയ്യണമെന്ന് വിനീതമായി ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ സമയം ഇവിടെ എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കാം. ഞാൻ ഇസ്ലാമിലേക്ക് വന്നത് അവർ അറിയണ്ട. ഞാൻ ഇസ്ലാമിലേക്ക് വന്നത് അവർ അറിയുന്നതിൻ്റെ മുമ്പ് എൻ്റെ സ്ഥാനം ആ സമൂഹത്തിൽ എങ്ങനെയാണ് എന്ന് താങ്കൾ അവരോട് ചോദിക്കണം. ഒരുപക്ഷെ ഞാൻ ഇസ്ലാമിലേക്ക് ചേർന്നു എന്നറിഞ്ഞാൽ അവർ മറ്റൊന്ന് പറഞ്ഞേക്കാം. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇസ്ലാമിലേക്ക് വന്നു എന്നവർ നേരത്തെ അറിഞ്ഞാൽ കള്ളനും കുറ്റക്കാരനും തുടങ്ങി ഒന്നിനും കൊള്ളാത്തവനായി എന്നെ അവർ പറയുകയും എൻ്റെ ന്യൂനതകൾ കണ്ടെത്തി അത് പറയാനായിരിക്കും അവരുടെ ശ്രദ്ധ മുഴുവൻ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട്
ഞാൻ പറഞ്ഞതുപോലെ ആഗ്രഹിച്ചതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. ഞാൻ കുറച്ചപ്പുറത്ത് മാറി നിന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹൂദ കുടുംബത്തിലെ പ്രമുഖരായ ആളുകളെ വിളിച്ചു. അവരോട് അള്ളാഹുവിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും സത്യസാക്ഷ്യത്തെക്കുറിച്ചുമെല്ലാം അവിടുന്ന് വിശദീകരിച്ച് പറഞ്ഞു. യഹൂദ ഗ്രന്ഥങ്ങളിലും വേദഗ്രന്ഥങ്ങളിലുമെല്ലാം പറഞ്ഞ ആ പ്രവാചകത്വത്തിൻ്റെ അടയാളങ്ങളും അതെല്ലാം വിശദീകരിച്ചുകൊണ്ട് ആ പ്രവാചകരായി അള്ളാഹു എന്നെയാണ് നിയോഗിച്ചത് എന്നും അവരോട് പ്രത്യേകം തന്നെ പ്രവാചകർ പറയുകയുണ്ടായി. എന്നാൽ ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ലാതെ അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങൾ തർക്കിച്ച് സമയം കളയാനാണ് ആ യഹൂദ നേതാക്കളെല്ലാം സമയം അവിടെ ചെലവഴിച്ചത്. അവസാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഹുസൈൻ ഇബ്നു സലാമിൻ്റെ അവസ്ഥ എന്താണ്? ആ വ്യക്തിക്ക് എന്ത് സ്ഥാനമാണ് നിങ്ങളുടെ സമൂഹത്തിലുള്ളത്? അവരെല്ലാവരും ഉടനെ പറഞ്ഞു, അവർ ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ നേതാവാണ്, വലിയ പണ്ഡിതനാണ്, ഒരുപാട് നന്മകൾ സമ്മേളിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ്, വലിയ പണ്ഡിതനും വലിയൊരു പണ്ഡിതൻ്റെ മകനുമാണ്, ഞങ്ങളുടെ എല്ലാം അത്താണിയാണ് ഹുസൈൻ ഇബ്നു സലാം എന്ന് അവർ പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആ ഹുസൈൻ ഇബ്നു സലാം ഇസ്ലാമിലേക്ക് വന്നാൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാകുമോ? അവർ ഉടനെ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. ഹുസൈൻ ഇബ്നു സലാം പണ്ഡിതനാണ്, അവർ ഒരിക്കലും ഇസ്ലാമിൻ്റെ ഈ ഒരു ആശയത്തിലേക്ക് വരാൻ തയ്യാറാവുകയില്ല. അവർക്ക് തിരിച്ചറിവുള്ള വ്യക്തിയാണ്, അവർ ഞങ്ങളുടെ പണ്ഡിതനാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് തീരുമ്പോഴേക്കും അവരിലേക്ക് പ്രത്യക്ഷപ്പെട്ടു അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന ഹുസൈൻ ഇബ്നു സലാം. ഹബീബായ തങ്ങൾ പേര് മാറ്റിയ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതാണ് സത്യമാർഗം. നമ്മുടെ ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞ, തൗറാത്തിലൊക്കെ വ്യക്തമായി പറഞ്ഞ ആ അവസാനത്തെ പ്രവാചകരുണ്ടല്ലോ, നമ്മൾ പലപ്പോഴും വായിച്ചറിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ട ആ പ്രവാചകരുടെ അടയാളങ്ങളെല്ലാം ഇവരിൽ ഞാൻ കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, നിങ്ങളും ഇസ്ലാമിലേക്ക് വരണം എന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ അവരാരും അത് അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, അവരോട് ശക്തമായി കയർത്തുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. നീ പറയുന്നത് കളവാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുഷ്ടനാണ് നീ, മറ്റൊരു ദുഷ്ടൻ്റെ മകനുമാണ് നീ, നീ ഒരു വിവരവുമില്ലാത്ത വിവരം കെട്ട വ്യക്തിയാണ് നീ, അതുകൊണ്ട് നിന്നോട് ഒന്നും ഞങ്ങൾക്ക് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് അവർ പിന്തിരിയുകയാണ്. ഇത്രയുമായപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, ഞാൻ താങ്കളോട് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ, ഇവർ കള്ളം പറയുന്നവരും സത്യത്തെ നിഷേധിക്കുന്നവരുമാണ് എന്ന്. അതാണിപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടത്. ദാഹിച്ച് വലഞ്ഞ ഒരു വ്യക്തിക്ക് തെളിനീര് ലഭിച്ച ആശ്വാസത്തോടു കൂടെയാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ശുദ്ധമായ ദീൻ കണ്ടെത്തിയത്. ശുദ്ധമായ ഖുർആൻ പഠിക്കുവാനും അതിൻ്റെ ആന്തരികമായ ആഴങ്ങളിലുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടി നേരത്തെ വേദ പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹുവിന് വലിയ താല്പര്യമായിരുന്നു. പലപ്പോഴും ഖുർആൻ്റെ വചനങ്ങൾ ഓതുമ്പോഴും കേൾക്കുമ്പോഴും കണ്ണുകൾ നനഞ്ഞൊഴുകുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി പ്രത്യേകമായ അടുപ്പം, ബന്ധമുണ്ടാക്കുക എന്നത് അവരുടെ പ്രത്യേകമായ ആഗ്രഹമായിരുന്നത് കൊണ്ട് തന്നെ എപ്പോഴും റസൂലിനെ അനുഗമിക്കുക, അവിടുത്തെ അടുത്ത് പോയിരിക്കുക, അവിടത്തേക്കൊരു പ്രത്യേകമായ ഒരു ആനന്ദമായിരുന്നു ആ കാര്യങ്ങളെല്ലാം. സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നതിൽ പ്രത്യേകമായ ഒരു ഊർജ്ജസ്വലത കാണിച്ചിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സലാം. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു സലാം സ്വർഗത്തിലാണ് എന്ന സന്തോഷവാർത്ത അറിയിക്കുക പോലും ചെയ്തു. ആ കഥ പിന്നീടൊരിക്കൽ ഖൈസ് ഇബ്നു അബ്ബാദ് എന്നവർ വിവരിക്കുന്നുണ്ട്. ഖൈസ് ഇബ്നു അബ്ബാദ് പറയുകയാണ്, മദീനയിലെ വിജ്ഞാന സമ്പന്നമായ സദസ്സുകളിലൊന്നിൽ പങ്കെടുക്കുകയാണ് ഞാൻ. ജനങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉൾക്കാഴ്ചകളും പകരാൻ സാധിക്കുന്ന ഒരു വലിയ പണ്ഡിതൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലാവുന്ന സ്ഫുടമായ ശൈലിയിൽ അഗാധതയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. ആ കൂട്ടത്തിൽ ആ പണ്ഡിതൻ ഇങ്ങനെ കൂടെ പറയുന്നുണ്ടായിരുന്നു, സ്വർഗാവകാശികളിൽപ്പെട്ട ആരെയെങ്കിലും കാണുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ അവർ ഈ വ്യക്തിയെ കണ്ടുകൊള്ളട്ടെ. ഞാൻ ചോദിച്ചു, ആരാണത്? എനിക്ക് കാണിച്ചു തന്നത് അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവരെയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ആ പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ അവരെ അനുഗമിച്ചു. പിന്നാലെ ചെന്ന് വീട്ടിലേക്ക് പ്രവേശിക്കാൻ സമ്മതം ചോദിച്ച് വീട്ടിലേക്ക് പ്രവേശിച്ച് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ വന്നത് പള്ളിയിലിരിക്കുമ്പോൾ നിങ്ങൾ സ്വർഗാവകാശിയാണ് എന്ന് അവിടുത്തെ മഹാപണ്ഡിതൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണതിൻ്റെ കാരണം? താങ്കൾ സ്വർഗാവകാശിയാവാനുണ്ടായ കാരണവും താങ്കൾ സ്വർഗാവകാശിയാണ് എന്നത് ജനങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്
ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു, മകനെ, സ്വർഗാവകാശി ആരൊക്കെയാണ് എന്ന് അള്ളാഹുവിനാണ് അറിയുക. അത് ശരിയാണ്, പക്ഷേ അവരങ്ങനെ പറഞ്ഞുവല്ലോ, അതിനൊരു കാരണമുണ്ടാകുമല്ലോ. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതിനുള്ള കാരണം ഞാൻ വിശദീകരിച്ച് തരാം. അങ്ങനെ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു ആ കഥ വിവരിക്കുകയാണ്. നബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഞാൻ ഒരു രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുക്കൽ വന്ന് എന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. ഞാൻ ഉടനെ എഴുന്നേറ്റു. അദ്ദേഹം എൻ്റെ കൈകൾ പിടിച്ചു. അപ്പോൾ ഇടതുഭാഗത്ത് ഒരു വഴി ഞാൻ കണ്ടു. ആ വഴിയിലൂടെ പ്രവേശിക്കുവാൻ ഞാൻ നോക്കിയപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു, അത് വിട്ടേക്ക്, അത് നിനക്കുള്ളതല്ല. ഞാൻ ചുറ്റുപാട് നോക്കിയപ്പോൾ വലതുഭാഗത്ത് വിശാലമായ സുന്ദരമായ ഒരു വഴി കണ്ടു. ആ വ്യക്തി എന്നോട് പറഞ്ഞു, ഇതാണ് നിനക്കുള്ള വഴി. അങ്ങനെ ഞാൻ ആ വഴിയിൽ പ്രവേശിച്ചു. ആ വഴിയിലൂടെ ഞാൻ നീങ്ങി മുന്നോട്ട് ചെന്നപ്പോൾ കാണുമ്പോൾ തന്നെ സുന്ദരവും വിശാലവുമായ ഒരു പച്ച തോട്ടത്തിലാണ് ഞാൻ എത്തിച്ചേർന്നത്. നയനാനന്ദകരമായ, കാണുമ്പോൾ തന്നെ കൺകുളിർമ കിട്ടുന്ന പച്ചപ്പ് നിറഞ്ഞ ഒരു തോട്ടം. എല്ലാറ്റിനും പുതുമയുണ്ടായിരുന്നു ആ തോട്ടത്തിൽ. ആ തോട്ടത്തിന്റെ മധ്യഭാഗത്ത് വലിയ ഉയരമുള്ള ഒരു ഇരുമ്പിന്റെ തൂണുണ്ടായിരുന്നു. അതിന്റെ മുകൾ ഭാഗം ആകാശത്തും താഴ്ഭാഗം ഭൂമിയിലും തട്ടി നിൽക്കുകയായിരുന്നു. അത്രമാത്രം വലുതായിരുന്നു അത്. അതിന്റെ ഏറ്റവും മുകളിലായി ഒരു സ്വർണത്തിന്റെ വളയവും ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള വ്യക്തി എന്നോട് പറഞ്ഞു, നീ അതിൽ പിടിച്ച് കയറിക്കോളൂ. ഞാൻ പറഞ്ഞു, അതിന്മേൽ കയറാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന്. ഒരു സേവകൻ വന്ന് എന്നെ ഉയർത്തി ഞാൻ പറ്റിപ്പിടിച്ച് കയറി ഏറ്റവും മുകളിൽ ഞാൻ എത്തി. ആ നേരം പുലരുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെ മുകളിൽ ആ വളയം പിടിച്ച് തൂങ്ങി നിൽക്കുകയായിരുന്നു. നേരം വെളുത്തപ്പോൾ ഞാൻ ഈ കണ്ട സ്വപ്നത്തെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടുന്ന് എനിക്ക് അതിൻ്റെ വിശദീകരണം പറഞ്ഞു തന്നത് ഇപ്രകാരമായിരുന്നു. നീ നിന്റെ ഇടതുഭാഗത്ത് കണ്ട വഴി ഇടതുപക്ഷക്കാരുടെ വഴിയാണ്. ചീത്ത സ്വഭാവമുള്ള നരകാവകാശികളായ ആളുകളുടെ വഴിയാണ്. നീ വലതുഭാഗത്ത് കണ്ട ആ വഴി സന്മാർഗക്കാരുടെ, നല്ല മനുഷ്യരുടെ വഴിയാണ്. നീ അവിടെ കണ്ട ആ പച്ച പൂന്തോട്ടം അത് വിശുദ്ധമായ ഇസ്ലാമാണ്. ആ തോട്ടത്തിൻ്റെ മധ്യത്തിൽ നീ കണ്ട തൂണ് മതത്തിൻ്റെ തൂണാണ്. മുകളിൽ നീ കണ്ട ആ സ്വർണ്ണവളയം അത് ദൃഢമായ വിശ്വാസത്തിൻ്റെ ബന്ധനമാണ്. നേരം പുലരുന്നത് വരെ നീ അതിൽ പിടിച്ചു നിന്നു എന്നതിൻ്റെ അർത്ഥം ജീവിതകാലം മുഴുവനും ആ സത്യത്തിൽ നീ ആയിരിക്കും എന്നതാണ്. ഈ വിശദീകരണം കേട്ട ജനങ്ങൾ ഉറപ്പിച്ചു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിശദീകരണത്തിൽ ജീവിതത്തിൻ്റെ അവസാനം വരെ സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിച്ച് സ്വർഗസ്ഥനായി മരിക്കും എന്നുറപ്പ് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹുവിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുകയായിരുന്നുവെന്ന്. മഹാനരായ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹുവിൻ്റെ പാതയിൽ സഞ്ചരിച്ച് ഇൽമു പഠിച്ച് ഹബീബിനെ സ്നേഹിച്ച് അവിടുത്തെ സാമീപ്യം കൊതിച്ച് ദൃഢമായ ഏത് സാഹചര്യത്തിലും ദൃഢമായി തന്നെ ദീൻ മുറുകെ പിടിച്ച് സ്വർഗസ്ഥനായി മരിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.